ആ പുണ്യ ദർശനത്തിനായുള്ള കാത്തിരിപ്പ് അവസാനിക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ അവസാന മണിക്കൂറിലേക്ക് എത്തിയെന്ന് തന്നെ പറയാം. 5:56 ആയിരിക്കുന്നു. 6:00 കൂടിയാണ് തിരുവാഭരണം ഘോഷയാത്ര ശബരിമലയ്ക്ക് എത്താൻ ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രം. അതിനുശേഷം 6:30 തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയുണ്ട്. അതിനുശേഷമാണ് ഭക്തലക്ഷങ്ങൾ എല്ലാവരും കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ആ പൊന്നമ്പലം വീട്ടിലെ മകരജ്യോതി തെളിയാൻ പോകുന്നത്. നമുക്ക് കൃത്യമായ വിവരങ്ങളിലേക്ക് എത്തണം. ശബരിമലയിൽ ശ്രീജിത്തും ഒപ്പം അനുമോദുമുണ്ട്. ശ്രീജിത്ത്, അനുമോദ്, 6:30 ദീപാരാധന. അപ്പോൾ ഇപ്പോൾ എവിടെ എത്തിയെന്നാണ് അറിയാൻ സാധിച്ചത് തിരുവാഭരണ ഘോഷയാത്ര? ലാസ്റ്റ് അപ്ഡേറ്റ് എന്താണ്? ഭവ്യ, തിരുവാഭരണ ഘോഷയാത്ര വലിയ നടപ്പന്തലിന് തൊട്ടടുത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ശരംകുത്തിയിൽ ഏതാണ്ട് കൃത്യം 5:30 തന്നെ തിരുവാഭരണ ഘോഷയാത്ര എത്തിയിരുന്നു. അതിനുശേഷം യു-ടേൺ ടോപ്പും കഴിഞ്ഞ് ഇതാ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വലിയ നടപ്പന്തലിലേക്ക് തിരുവാഭരണ ഘോഷയാത്ര കടക്കും. അതിനുശേഷം പിന്നെ ഏതാനും നിമിഷങ്ങളിലേക്കുള്ള കാത്തിരിപ്പാണ്. നമ്മുടെ ക്യാമറ അടക്കം കാത്തിരിക്കുകയാണ്. ആ തിരുവാഭരണ ഘോഷയാത്ര വലിയ നടപ്പന്തലും പിന്നിട്ട് ഈ സന്നിധാനത്ത് 18-ാം പടിക്ക് തൊട്ട് താഴേക്കെത്തുന്ന ആ കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അക്ഷമരായ ഭക്തലക്ഷങ്ങൾ എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. അവരെല്ലാവരും തന്നെ ഏതാണ്ട് ദിവസങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമം, അവരുടെയൊക്കെ കാത്തിരിപ്പിന് വിരാമമാകുകയാണ്. ഏതാണ്ട് എല്ലായിടത്തും ഭക്തരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. ഈ സന്നിധാനത്തെ കാഴ്ച നോക്കിയാൽ മാളികപ്പുറത്തും പാണ്ടിത്താവളത്തിലും അങ്ങനെ എവിടെയൊക്കെ മരാമത്ത് കോംപ്ലക്സിന് സമീപവും അങ്ങനെ എവിടെയൊക്കെ നിൽക്കാൻ കഴിയുമോ അവിടെയെല്ലാം ഭക്തരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നൊരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ നടപ്പന്തലിലൂടെ തിരുവാഭരണ ഘോഷയാത്ര കടന്നു വരുമ്പോൾ അവിടെയും കാത്തു നിൽക്കുകയാണ് ഭക്തലക്ഷങ്ങൾ എന്നുള്ളതാണ്. 5:30 ശരംകുത്തിയിലെത്തിയ തിരുവാഭരണ ഘോഷയാത്രയെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെയും വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരുടെയും സ്വാമിമാരുടെ സംഘം തന്നെയാണ് സ്വീകരിച്ചത്. തന്ത്രി ഇവിടെ നിന്ന് അനുഗ്രഹിച്ച് ആശീർവദിച്ച് പറഞ്ഞുവിട്ട് മാലയിട്ട് തിരുനടയിൽ നിന്ന് മാലയിട്ട് അനുഗ്രഹിച്ചയച്ച ആ സംഘം വൈകാതെ അവിടെ എത്തിച്ചേരുകയും ഏതാണ്ട് 5:30 തന്നെ തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ കാണുന്നത് വലിയ നടപ്പന്തലിൻ്റെ ഇങ്ങേ അറ്റത്തുള്ള കാഴ്ചയാണ്. അതായത് വലിയ നടപ്പന്തൽ തന്നെ വളരെ വിശാലമാണ്. അവിടേക്ക് തിരുവാഭരണ ഘോഷയാത്ര എത്തിയാൽ പിന്നെയും ഒരു 10 മിനിറ്റെങ്കിലും വേണ്ടിവരും. അത് നമ്മൾ ഈ കാണുന്ന ഈ 18-ാം പടിക്ക് താഴെയുള്ള വലിയ നടപ്പന്തലിൻ്റെ ഭാഗത്തേക്ക് എത്തിച്ചേരാൻ അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഇവിടെ ഏതാണ്ട് എല്ലാം പോലീസ് ഉദ്യോഗസ്ഥർ ഈ തിരുവാഭരണ ഘോഷയാത്രയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി ഇവിടെ നിന്ന് പരിപൂർണമായും ഒരു തരത്തിലുമുള്ള തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പരിപൂർണമായും അവിടെ നിന്ന് ഭക്തരെ ഒഴിപ്പിച്ച് ഭക്തർക്കാണെങ്കിലും ദർശനത്തിന് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അവർ തമ്പടിച്ച് കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഏതാനും നിമിഷങ്ങൾ കൂടി കഴിഞ്ഞാൽ തിരുവാഭരണ ഘോഷയാത്ര ഈ വലിയ നടപ്പന്തലിലേക്ക് എത്തിച്ചേരും. അതിനുശേഷം 18-ാം പടി കടന്നെത്തുന്ന തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കുന്നതിന് വേണ്ടി മന്ത്രിമാർ ഉൾപ്പെടെയുള്ള സംഘമാണ് കാത്തിരിക്കുന്നത്. ദേവസ്വം മന്ത്രി വി എൻ വാസവനുണ്ട്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ, ഒപ്പം തന്നെ പാലക്കാട് MP വി കെ ശ്രീകണ്ഠൻ, റാന്നി MLA പ്രമോദ് നാരായണൻ, ഒപ്പം തന്നെ കോന്നി MLA ജനീഷ് കുമാർ, അങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഉൾപ്പെടുന്ന വലിയൊരു സംഘം ഈ സന്നിധാനത്ത് തിരുമുറ്റത്ത് കൊടിമര ചുവട്ടിൽ കാത്തിരിക്കുകയാണ്. ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് വളരെ വേഗത്തിൽ ശ്രീകോവിലിനുള്ളിലേക്ക് തിരുവാഭരണം എത്തിക്കും. മരുതുവന ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘം, മരുതുവന ശിവൻകുട്ടിയാണ് തിരുവാഭരണ പേടകം ചുമന്നുകൊണ്ട് ഇവിടേക്ക് ഈ 18-ാം പടി കടന്ന് എത്തുക. അതെത്തിക്കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ഈ ഘോഷയാത്ര ഈ തിരുവാഭരണ പേടകം ഇതിനുള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീടുള്ള ദീപാരാധനയാണ്. പിന്നീടാണ് അനുമോദെ ആ വലിയ കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്. തിരുവാഭരണഭൂഷിതനായ മണികണ്ഠ വിഗ്രഹം, അയ്യപ്പ വിഗ്രഹം കാണാനുള്ള ഒരു കാത്തിരിപ്പിലാണ് ഭക്തലക്ഷങ്ങളെല്ലാം ഉള്ളത്. ദീപാരാധന നമുക്കറിയാം, ഓരോ തവണയും ദീപാരാധനയ്ക്ക് നട നടയടച്ചു തുറക്കുമ്പോൾ ഉയരുന്ന ശരണാരവങ്ങൾ, ഇന്നത്തെ ആ ശരണാരവങ്ങൾക്ക് അതിനേക്കാളൊക്കെ തന്നെ ആ ശബ്ദം കൂടും, അതിൻ്റെ ഉയർച്ച കൂടും. കാരണം ഇന്ന് രാജകുമാരനായിട്ടാണ് ശബരിമല ശ്രീ അയ്യപ്പൻ ഇന്ന്
ശ്രീകോവിലിൽ ഭക്തരെ അനുഗ്രഹിക്കാൻ എത്തുക. അദ്ദേഹത്തിൻ്റെ രാജകുമാര രൂപമാണ് ഇന്ന് കാണാൻ പോകുന്നത്. ഒരു രാജകുമാരൻ്റെ വേഷത്തിന് അനുയോജ്യമായ രീതിയിൽ ആഭരണങ്ങളണിഞ്ഞ് സർവാഭരണ വിഭൂഷിതനായിട്ടുള്ള അയ്യപ്പനെ നമുക്ക് ഇന്ന് ദർശിക്കാനാകും. എന്നാണെങ്കിലും ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് ഇപ്പോൾ ശബരിമല സന്നിധാനത്ത് ദിവസങ്ങളായി തമ്പടിച്ചിരിക്കുന്ന ഭക്തലക്ഷങ്ങളുള്ളത്. ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ആ കാത്തിരിപ്പിലേക്കുള്ള ദൂരം. ഇനി നമ്മൾ കാത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാഴ്ച ഈ ശബരിമല 18-ാം പടിക്ക് മുന്നിലേക്ക് നടപ്പന്തലിലൂടെ തിരുവാഭരണ പേടകം വഹിച്ചുള്ള ഘോഷയാത്ര എത്തുക എന്നുള്ളതാണ്. വലിയ ഒരു കാത്തിരിപ്പ് ദിവസങ്ങളായിട്ട് ഈ ഒരു മകരവിളക്കിൻ്റെ കാഴ്ചയ്ക്കും അതുപോലെ സർവാഭരണ വിഭൂഷിതനായിട്ടുള്ള തിരുവാഭരണ വിഭൂഷിതനായിട്ടുള്ള അയ്യപ്പനെ കാണാനുള്ളൊരു കാത്തിരിപ്പിനുമാണ് ഭക്തലക്ഷങ്ങളുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് മഞ്ഞും തണുപ്പും മഴയും വെയിലും എല്ലാം സഹിച്ച് ഈ ശബരിമലയുടെ മുക്കിലും മൂലയിലും മകരവിളക്ക് കാണാൻ സാധ്യമായ എല്ലായിടങ്ങളിലും വിരിവെച്ചും തമ്പടിച്ചും പർണശാല കിട്ടിയും അങ്ങനെ കാത്തിരിക്കുന്ന പതിനായിരങ്ങളെ നമ്മൾ കണ്ടിരുന്നു. അവരുടെ ആ ഒരു പ്രാർത്ഥന, അവരുടെ എല്ലാ ഒരു കാത്തിരിപ്പിൻ്റെ അവസാനം ഈ ഒരു മകരവിളക്ക് തെളിയുന്ന ആ നിമിഷം, അതോടൊപ്പം തന്നെ സർവാഭരണ വിഭൂഷിതനായിട്ടുള്ള അയ്യപ്പനെ കാണാനുള്ളൊരു കാത്തിരിപ്പ്, ഇത് രണ്ടും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് വർഷത്തിൽ ഒരിക്കൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു അപൂർവ സാഹചര്യമാണുള്ളത്. അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പ് ഇവിടെ തുടങ്ങും. ഈ വർഷത്തെ അവരുടെ പ്രാർത്ഥനകൾ, പ്രതീക്ഷകൾ, ഒരു വർഷം തുടങ്ങുന്നതിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ഈ നിമിഷത്തിൽ ആരംഭിക്കുകയാണ്. ഇതുവരെയുള്ള സമസ്ത അപരാധങ്ങളും അയ്യപ്പന് മുമ്പിൽ പറഞ്ഞ് പുതിയ ഒരു തുടക്കത്തിലേക്ക് ഓരോ വിശ്വാസിയും ഓരോ ഭക്തനും നടന്നു കയറുന്ന ആ നിമിഷമാണ് ഇവിടെ ഈ മകരസംക്രാന്തിയിലെ മകരവിളക്ക് ദിവസത്തെ പ്രധാനപ്പെട്ട ഒരു പ്രധാന കാര്യമായിട്ട് തന്നെ ഓരോരുത്തരും കാണുന്നത്. എന്താണെങ്കിലും നമ്മൾ നേരത്തെ എല്ലാം തന്നെ പറഞ്ഞതുപോലെ ഇന്നത്തെ ഒരു ദിവസം ഇത് തിരുവാഭരണ വിഭൂഷിതനായി കാണുന്ന അയ്യപ്പനെ ദർശിക്കാനുള്ള അപൂർവമായിട്ടുള്ള ഒരു അവസരം തന്നെയാണ്. പന്തളം രാജാവിന് തൻ്റെ മകനെ രാജകുമാരനായി രാജാവായി കാണാനുള്ള ഒരാഗ്രഹം, വർഷത്തിലൊരിക്കൽ മാത്രം അത് സാധിക്കുമെന്ന് അയ്യപ്പൻ നൽകിയ ഉറപ്പ്, അതിൻ്റെ എല്ലാം തന്നെ തുടർച്ചയാണ് ഈ പന്തളം രാജകൊട്ടാരത്തിൽ നിന്നുള്ള ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ടുള്ള സർവാഭരണ വിഭൂഷിതനായി തിരുവാഭരണ വിഭൂഷിതനായിട്ടുള്ള അയ്യപ്പൻ്റെ ദർശനം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു കാത്തിരിപ്പിൻ്റെ എല്ലാം തന്നെ ഒരു അവസാനത്തെ ഉത്തരം. എന്താണെങ്കിലും അല്പസമയത്തിനകം വലിയ നടപ്പന്തലിലൂടെ തിരുവാഭരണ പേടകവുമായി തിരുവാഭരണ സംഘം എത്തിച്ചേരുന്നു. നമ്മൾ കാത്തിരിക്കുകയാണ്. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ്. സന്നിധാനം മുഴുവൻ ഈ ഒരു കാത്തിരിപ്പിൻ്റെ പര്യവസാനത്തിലേക്ക് വേണ്ടി ഇവിടെ ഈ ഒരു നിമിഷത്തിലേക്ക് വേണ്ടി എത്തിച്ചേരുന്നു. അല്പസമയത്തിനകം തന്നെ തിരുവാഭരണ പേടകം സന്നിധാനത്തെത്തും. നമ്മൾ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വലിയ നടപ്പന്തലിലേക്ക് നമ്മളും കാത്തിരിക്കുകയാണ്. ഭവ്യ, അതാണ് ഇനി കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.